ഹായ് ഫ്രണ്ട്സ്, ബീറ്റ് ഫോറസ്റ്റ് PYQ സെക്ഷനിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഡിസംബറിലാണ് ബീറ്റ് ഫോറസ്റ്റ് എക്സാം വരുന്നത്. അതിനു മുന്നോടിയായി 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലെ സ്പെഷ്യൽ ടോപ്പിക് 20 ചോദ്യം വീതം 20x3 60 PYQ സെക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്തു നോക്കാൻ പോകുന്നത്. ആദ്യമായി 2024 പേപ്പർ. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടം കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഉത്തർപ്രദേശ്. ഗുജറാത്ത് മുതൽ കേരളം വരെ നീണ്ടുകിടക്കുന്ന ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നിങ്ങനെ 6 സംസ്ഥാനത്തിലൂടെയാണ് പശ്ചിമഘട്ടം കടന്നു പോകുന്നത്. അടുത്തത്, തിരുവിതാംകൂറിലെ ആദ്യത്തെ ഫോറസ്റ്റ് കൺസർവേറ്റർ ആരായിരുന്നു? ബോർഡിലോൺ. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നിയന്ത്രിക്കുന്ന ആക്ട് ഏതാണ്? വനഭൂമി, വനത്തിൻ്റെ ആക്ട്. ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്. എല്ലാ ആക്ടുകളും അതാത് വർഷങ്ങളും അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. ചേരുംപടി ചോദിക്കും. താഴെ പറയുന്നവയിൽ കേരളത്തിൽ വിദേശ സസ്യം അല്ലാത്തത് പറയുമ്പോൾ കേരളത്തിൽ കാണപ്പെടുന്നത് ആഞ്ഞിലി. ഭീമൻ പാണ്ട ഏത് ഔദ്യോഗിക ചിഹ്നമുള്ള സംഘടന? WWF. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ് എവിടെ സ്ഥിതി ചെയ്യുന്നു? ഭോപ്പാൽ. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് ഡെറാഡൂണിൽ സ്ഥിതി ചെയ്യുന്നത്. ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാലിലാണ്. മീൻ വിഭാഗത്തിലെ ഏറ്റവും വലിയ ജീവി? തിമിംഗല സ്രാവ്. നീലത്തിമിംഗലമല്ല, നീലത്തിമിംഗലവും ഡോൾഫിനും വരുന്നത് മാമ്മൽസ് കാറ്റഗറിയാണ്. ഫിഷിൽ വരുന്നത് തിമിംഗല സ്രാവ് തന്നെയാണ്. മാറിപ്പോകരുത്, തെറ്റരുത്. താഴെ പറയുന്നവയിൽ കടുവ സങ്കേതം ഇല്ലാത്ത സ്ഥലം ഏത്? വയനാട്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന മരം? ചെങ്കുറിഞ്ഞി, നീലക്കുറിഞ്ഞി. കുറിഞ്ഞി എന്ന പേര് കേട്ട അത് പശ്ചിമഘട്ടമാണ്. കേരള വൃക്ഷ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1986. കേരളത്തിലെ ഏക മയിൽ സങ്കേതം ഏതാണ്? ചൂലന്നൂർ. ചൂലന്നൂർ ഒരു വന്യജീവി സങ്കേതം കൂടെയാണ് കേരളത്തിലെ. PSC ഒരുപാട് തവണ ആവർത്തി ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ പോലുമാണ് ചൂലന്നൂർ. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ ഇല്ലാത്ത ഒരു ജില്ല ഏത്? കാസർഗോഡ്. ഗിണ്ടി നാഷണൽ പാർക്ക് തമിഴ്നാട്, ചെന്നൈക്ക് സമീപം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന. വരയാട് തിരുവനന്തപുരം ജില്ലയിലെ വനങ്ങളിലും. മൂന്നാർ, ഇടുക്കി മാത്രമല്ല, കേരളത്തിൽ പല ജില്ലകളിലായി പശ്ചിമഘട്ടം പരന്ന് കിടക്കുന്ന മേഖലയിൽ വരുന്ന ദേശീയോദ്യാനങ്ങളിലും വന്യജീവി സങ്കേതങ്ങൾ മിക്കതിലും വരയാട് കാണപ്പെടുന്നതാണ്. വരയാടിൻ്റെ പ്രൊട്ടക്റ്റഡ് സ്പീഷീസിൽ അറിയപ്പെടുന്ന നാഷണൽ പാർക്കാണ് കേരളത്തിൽ ഇരവികുളം. സംസ്ഥാന വന്യജീവി ബോർഡിന്റെ ചെയർമാൻ ആര്? മുഖ്യമന്ത്രി. കേരളത്തിലെ ഒരു പ്രത്യേക ഭൂപ്രദേശം റിസർവ് വനമായി പ്രഖ്യാപിക്കുന്നത് ഏത് നിയമപ്രകാരമാണ്? കേരള ഫോറസ്റ്റ് ആക്ട് 1961. എന്താണ് NTFP? നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. തടി ഇതര നോൺ ടിമ്പർ ഫോറസ്റ്റ് പ്രൊഡ്യൂസ്. പ്രൊജക്ട് എലഫന്റ് ആരംഭിച്ച വർഷം? 1992. പ്രൊജക്ട് ടൈഗർ 1973. കേരളത്തിൽ എലഫന്റ് റിസർവിൻ്റെ എണ്ണം ഇന്ത്യയിൽ എലഫന്റ് റിസർവിൻ്റെ എണ്ണം 33, കേരളത്തിൽ 4. ഇന്ത്യയിൽ ടൈഗർ റിസർവിൻ്റെ എണ്ണം 58, കേരളത്തിൽ 2. IT നിയമത്തിലെ ഈ വ്യവസ്ഥ പകർപ്പവകാശ നിയമത്തിന് കീഴിൽ ലഭ്യമായതിലും അപ്പുറമുള്ള കമ്പ്യൂട്ടർ സോഴ്സ് ഡോക്യുമെന്റുകൾ സംരക്ഷിക്കാനുള്ള ശ്രമമാണ്. ഏതാണ് സെക്ഷൻ? 65. ജോയിന്റ് അക്കാദമിക് നെറ്റ്വർക്കിലേക്ക് അനധികൃത ആക്സസ് നേടിയ പ്രതി അംഗീകൃത ഉപയോക്താക്കൾക്ക് പ്രവേശനം നിഷേധിക്കുന്നതിനായി ഫയലുകൾ ഇല്ലാതാക്കുകയും ചേർക്കുകയും പാസ്വേഡുകൾ മാറ്റുകയും ചെയ്തു. IT ആക്ട് പ്രകാരം പ്രതി ചെയ്ത കുറ്റം ഏതു വകുപ്പിന് കീഴിലാണ്? സെക്ഷൻ 66. അടുത്തതായി 2022 20 ചോദ്യങ്ങൾ. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ 2019. ശ്രദ്ധിക്കുക, ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ 2 വർഷത്തിലൊരിക്കൽ റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് ഇന്ത്യൻ സ്റ്റേറ്റ് ഫോറസ്റ്റ് റിപ്പോർട്ട്. ഈ റിപ്പോർട്ടിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ 2023 ലേറ്റസ്റ്റ് ഡാറ്റ വെച്ച് കമ്പയർ ചെയ്യുക. ഇവിടെ ആൻസർ വരുന്നത് 1 and 2 ആണ്. ബട്ട് 2023 കണ്ടക്സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഫോറസ്റ്റ് കവർ 21% ശരിയാണ്. എന്നാൽ വനാവരണം കൂടിയ സംസ്ഥാനങ്ങളുടെ പട്ടിക മാറിയിട്ടുണ്ട്. 2023 ഡാറ്റ പ്രകാരം
ഏറ്റവും കൂടുതൽ ഇൻക്രീസ് കണ്ടത് ഛത്തീസ്ഗഡ്, UP, പിന്നെ ഒഡീഷ. ഏറ്റവും കൂടുതൽ ഫോറസ്റ്റ് കവറിൽ ഏരിയ വൈസ് മിസോറാം, ഗുജറാത്ത്, ഒഡീഷ. രാജ്യത്ത് കണ്ടൽക്കാടുകളുടെ വിസ്തൃതി കുറഞ്ഞിട്ടുണ്ട്. തെറ്റാണ്. വിസ്തൃതി കൂടിയിട്ടുണ്ട്. മാർജിനൽ ഇംഗ്ലീഷേ ഉള്ളൂ 0.15%. ISFR 2023 ഡാറ്റ നോക്കുക. ഇതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. 927 ഇന്ത്യൻ വന നിയമപ്രകാരം ശരിയായ വസ്തുത തിരഞ്ഞെടുക്കുക. ഒരു വനമേഖലയെ റിസർവ് വനമായി പ്രഖ്യാപിക്കാനുള്ള അധികാരം സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ കേരള ഫോറസ്റ്റ് ആക്ട് ഉണ്ടാക്കുന്നത് നിയമസഭ. ശരി. സംരക്ഷിത വനങ്ങൾ പരിപാലിക്കുന്നതിനുള്ള ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം കേന്ദ്ര സർക്കാരിനാണ്. റിസർവ് വനത്തിൽ മുൻകൂർ അനുമതി ഇല്ലാതെ കന്നുകാലികളെ മേയ്ക്കുന്ന അധികാരം തദ്ദേശവാസികൾക്ക് നൽകിയിട്ടില്ല. തെറ്റാണ്. റിസർവ് വനത്തിലില്ല, അതിന് പുറത്തുണ്ട്. KB 82 അൺഓൺലി. ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിനു പ്രധാന കാരണങ്ങളായി കണ്ടെത്തിയിട്ടുള്ള തിന്മയുടെ ചതുഷ്കോണിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഏതാണ്? അന്യദേശ ജീവി, ഇൻവേസീവ് സ്പീഷീസ്, സഹവംശനാശം, കോഎക്സിൻഷൻ. 1, 3 ആണ്. ചതുഷ്കോണത്തിലെ ബാക്കി രണ്ടെണ്ണം, ഒന്ന് ലോസ് ഓഫ് ഹാബിറ്റാറ്റും രണ്ടാമത്തത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഇവ 4ഉമാണ് ചതുഷ്കോണത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അടുത്തത് നീലക്കുറിഞ്ഞിയുടെ സംരക്ഷണാർത്ഥം കേരളത്തിൽ 2006 രൂപീകൃതമായ സങ്കേതം ഏതാണ്? നീലക്കുറിഞ്ഞി, കുറിഞ്ഞിമല. താഴെ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളും ശരിയായി ചേർത്തിരിക്കുന്നത്. വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ, നമുക്കറിയാം ഡെറാഡൂൺ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെന്റ്, റെപ്യൂട്ടേഷനാ, അപ്പടി ചോദിച്ചതാ. ഇവിടെ വരുന്ന ഫോറസ്റ്റ് മാനേജ്മെന്റ് ഭോപ്പാൽ. മൂന്ന് ഡി 4A. സി. ഒരു വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ മുൻകൂർ അനുമതി ആവശ്യമാണ് എന്ന് നിഷ്കർഷിച്ചിരിക്കുന്ന നിയമം. വനഭൂമിയാണ്. വന്യജീവിയുടെ ആക്റ്റും അല്ല, പരിസ്ഥിതി ആക്റ്റും അല്ല, വനത്തിന്റെ ആക്ട് തന്നെ ഉണ്ടാവും. ഇന്ത്യൻ വന നിയമം ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട് 980. ഓപ്ഷൻ ഡി. സഹ്യപർവ്വത നിരകളിൽ തദ്ദേശീയമായി മാത്രം കാണപ്പെടുന്ന ജീവി. സിംഹവാലൻ, വരയാട്, കരിങ്കുരങ്ങ്. 1, 2, 3. മലയണ്ണാന് സഹ്യപർവ്വതത്തിന് പുറത്തും കാണപ്പെടുന്നതുകൊണ്ട് അത് ലിസ്റ്റിൽ പെടില്ല. IUCN റെഡ് ലിസ്റ്റ് സംബന്ധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. 1992 കെനിയയിൽ നടന്ന അന്താരാഷ്ട്ര ജൈവവൈവിധ്യ സമ്മേളനത്തിൽ വെച്ചാണ് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചതുകൊണ്ട് ചുവപ്പ് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. 1963 സ്വിറ്റ്സർലാൻഡിലെ ഗ്ലാൻസിൽ വെച്ച്. വന്യജീവികളുടെ നിലനിൽപ്പിന് നേരിടുന്ന ഭീഷണിയുടെ അടിസ്ഥാനത്തിൽ അവയെ 9 വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. മലബാർ സിവറ്റ് ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡ് 2 and 3. ദേശീയ കടുവ അതോറിറ്റി സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 972 വന്യജീവി സംരക്ഷണ പ്രകാരമാണ് NTCA രൂപീകരിച്ചത്. ശരിയല്ലാത്തതാണ് വേണ്ടത്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഉത്തരത്തിൽ വേണ്ടത്. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയല്ല, മിനിസ്റ്ററാണ്. എൻവിറോൺമെന്റ് മിനിസ്റ്ററാണ്. അപ്പോൾ എയ്തർ B or D ഇതായിരിക്കും ആൻസർ. കടുവ സങ്കേതങ്ങളുടെ സമീപത്തു താമസിക്കുന്ന ജനങ്ങളുടെ ഉപജീവന താൽപര്യം സംരക്ഷിക്കുക എന്നത് കടുവ സംരക്ഷണ അതോറിറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ശരി. ആൻസർ ബി മാത്രമാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. 2019 സൈറ്റ്സ് കോൺഫറൻസ് ഓഫ് പാർട്ടീസിൽ ഉൾപ്പെടുത്താൻ ഇന്ത്യ ആവശ്യപ്പെട്ട വന്യജീവി നക്ഷത്ര ആമ. ഒരു സസ്യത്തെ ഇതിന് ഈ കണ്ടക്സ്റ്റിൽ പ്രസക്തി ഇല്ല, കാരണം നിലവിൽ 4 ഷെഡ്യൂളാക്കി ചുരുക്കിയിട്ടുണ്ട്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 2022 അമെൻമെന്റിൽ 4 ഷെഡ്യൂൾ നോക്കുക. താഴെ കൊടുത്തിരിക്കുന്ന അന്താരാഷ്ട്ര ദിനാചരണങ്ങൾ ശരിയായി ചേരുംപടി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുക്കുക. ജൂലൈ 29 അന്താരാഷ്ട്ര കടുവാ ദിനം. 3A വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരൊറ്റ ഓപ്ഷൻ ഉള്ളൂ. ഓപ്ഷൻ എ. 2021 ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് താഴെ പറയുന്നവ
കേരളത്തിൽ സ്വാഭാവികമായും കാണപ്പെടാത്ത വൃക്ഷയിനമാണ് രക്തചന്ദനം. പുഷ്പ ഇവിടെ ആന്ധ്ര, അതായത് നമ്മുടെ ഏരിയ വെസ്റ്റേൺ ഗട്ട്സ് വരുന്നതാണ്. കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. മഴ കുറവുള്ളിടത്തായിരിക്കും ചന്ദനത്തിൻ്റെത് കാണുന്നത്. അപ്പോൾ നമുക്ക് ചന്ദനം വരില്ല. ചന്ദനം കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് മറയൂർ. വനങ്ങളുടെയും വന്യജീവികളുടെയും സംരക്ഷണം പൗരന്റെ അടിസ്ഥാന കടമയാണ്. ഫണ്ടമെന്റൽ യൂണിറ്റിൽ ഏതാണ് വനത്തെ പ്രതിപാദിക്കുന്നത്? 51A G ഫോർ ഗ്രീൻ. ഇതിന് മറക്കരുത്. അധിനിവേശ സസ്യം ജന്തു വിഭാഗത്തിൽ പെടാത്തത് ഏത്? വൈൽഡ് ബോർ, കാട്ടുപന്നി. അന്താരാഷ്ട്ര കടുവ ദിനം ജൂലൈ 29. റെപ്പിറ്റേഷനാണ്. പാലങ്ങൾ, റെയിൽവേ സ്ലിപ്പറുകൾ മുതലായവ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് വൃക്ഷത്തിന്റെ തടിയാണ്? കമ്പകം. പശ്ചിമഘട്ടം ഒരു PSC ആൻസർ വേൾഡ് ഹെറിറ്റേജ് സെന്റർ ആണെന്നായിരുന്നു. എന്നാൽ ബിയും കറക്റ്റ് ആണ്. പശ്ചിമഘട്ടം ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട് കൂടെയാണ്. പ്രോബബ്ലി എവിക്ട് ചെയ്യാൻ സാധ്യതയുള്ളൂ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ. വംശനാശം സംഭവിച്ചതായി ഒരു നൂറ്റാണ്ടിലേറെ കരുതപ്പെടുകയും പിൽക്കാലത്ത് ഇവ കേരളത്തിലെ വനമേഖലകളിൽ ഉള്ളതായി കണ്ടെത്തിയ ഒരു പക്ഷിയാണ് മാക്കാച്ചിക്കാട. സൈറ്റ്സ്, അപ്പൻഡിക്സ് 1, 2, 3 എന്നിവയിൽ ഉൾപ്പെട്ട വിദേശ ഇനം ജീവികളെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്ത് സ്വകാര്യ വ്യക്തികൾക്ക് വളർത്താൻ അനുവാദമുണ്ട്. സ്വകാര്യ വ്യക്തികൾ വളർത്തുന്നത് ഏതായാലും ഇന്ത്യക്കകത്തുള്ളൊരു ലോ ആയിട്ടായിരിക്കും. ട്രാഫിക് ഒരു ഇന്റർനാഷണൽ കൺസെപ്റ്റ് ആണ്, ട്രാഫിക് അല്ല. പരിവേശാണ് പോർട്ടൽ. മിനിസ്ട്രി ഓഫ് എൻവിറോൺമെന്റിന് അണ്ടറിൽ വരുന്ന പോർട്ടലാണ് പരിവേശ്. ആൻസർ പരിവേശാണ്. പരിവാഹനുമായിട്ട് പരിവേശ് മാറരുത്, തെറ്റരുത്. പശ്ചിമഘട്ടത്തിലെ പ്രാദേശിക ഇനം അല്ലാത്തത് ഏത്? തവിടൻ വെരുക്. ചാമ്പൽ മലയണ്ണാൻ സ്വാഭാവികമായും കാണപ്പെടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ചാമ്പൽ മലയണ്ണാൻ. ചിന്നാറ് കേരളത്തിലെ റെയിൻ ഷാഡോ റീജിയനിൽ വരുന്ന ഒരേ ഒരു വന്യജീവി സങ്കേതമാണ്. അതായത് മഴ എത്താത്ത ഏരിയ, മലന്റെ അപ്പുറം, അങ്ങനെ പറയാം. ചിന്നാർ വന്യജീവി സങ്കേതം. പാമ്പുകളുടെ സംരക്ഷണാർത്ഥമുള്ള കേരള വനം വകുപ്പിന്റെ മൊബൈൽ ആപ്പ് സർപ്പ. ദേശീയോദ്യാനമില്ലാത്ത സംരക്ഷിത പ്രദേശം ഏത്? ചെന്തുരുണി. IUCN റെഡ് ലിസ്റ്റിൽ പെട്ട വിവിധ വിഭാഗങ്ങളിൽ ഉൾപ്പെടാത്തത്? നോട്ടല്ല, നിയർ ത്രട്ടൻഡ് ആണ്. വന്യജീവി സംരക്ഷണ നിയമം 972 വിവിധ ഷെഡ്യൂളുകളിൽ ഉൾപ്പെടുത്തി സംരക്ഷണം ഉറപ്പാക്കിയിട്ടുള്ള ജീവികളാണ് രാജ്യത്തെ എല്ലാ പാമ്പുകളും. NTCA എന്നാൽ നാഷണൽ ടൈഗർ, ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റി. വന്യജീവി സംരക്ഷണ നിയമം 972 വേട്ടയെ നിർവചിക്കുന്നത്? വേട്ട 8 8 × 2 16. നോട്ടിഫൈഡ് സാങ്ച്വറി അല്ലാത്തത് ഏത്? കുമരകം പക്ഷി സങ്കേതം. റിസർവ് വനത്തിന്റെ അന്തിമ വിജ്ഞാപനം കേരള വന നിയമം 960 സെക്ഷൻ 19 പ്രകാരം ചെയ്യുന്നു. വ്യാജ അക്കൗണ്ട് മീൻസ് ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട്. ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് 66D ഡ്യൂപ്ലിക്കേറ്റ്. ഉപയോഗിച്ച് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്നത് വിവര സാങ്കേതിക വിദ്യാ നിയമം 2020 സെക്ഷൻ വകുപ്പ് 66D പ്രകാരം ശിക്ഷാർഹമാണ്. വിവര സാങ്കേതിക വിദ്യാ നിയമം 2000 അനുസരിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് കിട്ടാവുന്ന തടവ് ശിക്ഷ 100D 5 വർഷം. ഇപ്പോൾ 23, 24, 22 വർഷത്തെ 60 ബീറ്റ് ഫോറസ്റ്റ് PYQ നമ്മൾ 60 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് വീണ്ടും അടുത്ത 3 21, 20, 19, 18, 17, 16 വർഷങ്ങളിലെ മറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ റിസൾട്ട് ചെയ്യുന്നതായിരിക്കും.